ദൈവം തന്റെ പുത്രന് മാതാവായി തിരഞ്ഞെടുത്ത കളങ്കമറ്റ കന്യകയാണ് പരിശുദ്ധ മാതാവ്. ദാവീദ് രാജാവിന്റെ കുടുംബത്തിൽ യോവാക്കിമിന്റെയും അന്നയുടെയും മകളായി ജനിച്ച മറിയം വിശുദ്ധരിൽ ഏറ്റവും ശ്രേഷ്ഠയാണ്. മംഗളവാർത്ത. ഒരിക്കൽ ഗബ്രിയേൽ മാലാഖ നസറത്തിലെ കന്യകാമറിയത്തിന്റെ അടുക്കൽ വന്നു. മാലാഖ മറിയത്തോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടി, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഈശോ എന്ന് പേരിടും. മറിയം മാലാഖയോട് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പട്ടണമായ ബെത്ലഹേമിൽ മറിയം തന്റെ കടന്നൂൽപുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. അങ്ങനെ ഈശോയുടെ വളർത്തുപിതാവായ യൗസേപ്പിലൂടെയും അമ്മയായ മറിയത്തിലൂടെയും ദൈവം നമുക്കായി ഒരു രക്ഷകനെ അയച്ചു. ബാലനായ യേശുവിനെ കാണാതായപ്പോൾ അമ്മ അനുഭവിച്ച വേദന കുരിശുമരണത്തിന്റെ ഒരു മുൻ ആസ്വാദനമായിരുന്നു. പക്ഷേ മകൻ ചോദിക്കുന്നത് ഇങ്ങനെ, അമ്മ അതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പിതാവിന്റെ ഇഷ്ടം സ്വജീവിതത്തിൽ ചെറുപ്പം മുതൽ നിറവേറ്റുന്നു. പുത്രന്റെ ദൗത്യം അതിന്റെ പൂർണ്ണതയിൽ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ പരിശുദ്ധ അമ്മ. ആദ്യത്തെ അത്ഭുതം. കാനായിലെ കല്യാണ വീഞ്ഞ് തീർന്നുപോയപ്പോൾ ആ വീട്ടുകാർ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതരാകാതിരിക്കാൻ വേണ്ടി തൻ്റെ മകനിലുള്ള വിശ്വാസത്താൽ യേശുവിനോട് പറയുകയും വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു. നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി മകനിലൂടെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മ. ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. പരിശുദ്ധ അമ്മ തന്റെ മടിയിൽ കിടക്കുന്ന ആത്മസുതന്റെ ശരീരത്തിൽ തഴുകുന്ന സമയം പിളർക്കപ്പെട്ട തിരുഹൃദയം തൊട്ടപ്പോൾ ആ അമ്മയുടെ ഹൃദയവും പിളർന്നിരിക്കില്ല. കുഞ്ഞുനാൾ മുതലുള്ള ഓരോ സംഭവങ്ങളും അമ്മയുടെ മനസ്സിൽ തെളിയുന്നു. സ്വർഗാരോഹണം. മാതാവിനെ കുറിച്ചുള്ള 4 വിശ്വാസ സത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാതാവിന്റെ സ്വർഗാരോഹണം. ലോകത്തിന്റെ രക്ഷകന് ജന്മം നൽകാൻ തിരഞ്ഞെടുത്തവരെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ഉയർന്നു. പരിശുദ്ധ മറിയത്തിന്റെ ശരീരവും ആത്മാവും സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് ചേർക്കപ്പെട്ടു. സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട്
ഈ ലോക ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചു. പരിശുദ്ധ മാതാവിന്റെ വിശുദ്ധമായ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെ മാത്രമാണ് നാം ഇവിടെ കടന്നുപോയത്. ദൈവത്തിന്റെ തിരുവിഷ്ടം പൂർണ്ണമായി നിറവേറ്റുവാൻ ആത്മാർത്ഥമായി നമുക്ക് പരിശ്രമിക്കാം. കർത്താവിന്റെ കല്ലറ വരെ അവിടുത്തെ അനുഗമിച്ചവളാണ് നമ്മുടെ അമ്മ. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക ഈശോയെ സ്വജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്.